ഹലോ വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. സജീസ് ഇന്നോവേഷൻസ് ഇത്തവണ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് കൈവെക്കുകയാണ്. പല ടൈപ്സ് ഓഫ് വീഡിയോസ് ഞാൻ ചെയ്യാറുണ്ട്. ഇത്തവണ ഞാൻ വന്നിരിക്കുന്നത് വീടിൻ്റെ ഇൻറ്റീരിയറുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ്. ശരിക്കും ഈ വീഡിയോയിൽ എന്താ കാണിക്കുന്നത് തുടക്കത്തിൽ ഞാൻ പറയാം, ആവശ്യമുള്ളവർ മാത്രം കണ്ടാൽ മതി കേട്ടോ. ഞാൻ ഇതിൽ കാണിക്കാൻ പോകുന്നത് വീടിൻ്റെ സീലിങ്ങിൻ്റെ മേക്ക് ഓവർ. സീലിങ്ങിൻ്റെ മേക്ക് ഓവറിന് പല പല മാർഗ്ഗങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഞാനിതിൽ കാണിക്കുന്നത് ജിപ്സം ബോർഡ് കൊണ്ടുള്ളൊരു മേക്ക് ഓവറാണ്. അപ്പോൾ ഈ വീട് ഏതാണെന്ന് ചോദിച്ചാൽ, ഇവിടെ വൈഫിൻ്റെ അച്ഛൻ, ലേഖയുടെ അച്ഛൻ പുതുതായിട്ടൊരു വീട് വെക്കുന്നുണ്ട്. ഓൾറെഡി 2 വീടുണ്ട്, ഇത് 3ാമത്തെ വീടാണ്. ഇതൊരു 3.5 സെൻറ്റിൽ വെക്കുന്ന ഒരു ചെറിയ വീടാണ്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ വർക്ക്, കുറച്ചൊരു സജഷൻസ്, വീടിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് എന്നോട് പറഞ്ഞത്. അതുവരെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല ഈ ഭാഗത്തോട്ട്. അപ്പോൾ അതിനൊരു സജഷൻ ചോദിച്ചപ്പോൾ ഈ സീലിങ്ങിൻ്റെ മേക്ക് ഓവർ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്, പല വീടുകളിലും കണ്ടിട്ടുണ്ട്. കുറച്ച് നന്നായിരിക്കും തോന്നിയത് കാരണം അങ്ങനെ കുറച്ച് വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ വർക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയെങ്കിലും ഞാനിത് കാണിക്കാൻ പോകുന്നത് സീലിംഗ് വർക്ക് മാത്രമാണ്. തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി ഈ വീട് ആർക്കാണെന്ന് ചോദിച്ചാൽ അവിടെയും ഒരു സർപ്രൈസ് ഉണ്ട്. അച്ഛന് ശരിക്കും 6 കൊച്ചുമക്കളാണ്. ഓരോ മക്കൾക്കും 2 കൊച്ചുമക്കൾ വീതം, 2 പേര് എൻ്റെയുമാണ്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്കാവും ഈ വീടെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്കും ഒരു ചാൻസ് ഉണ്ട്. എന്തായാലും അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം, വീടിൻ്റെ ഹോം ടൂർ ഉൾപ്പെടെ കാണാം. എന്തായാലും ഇപ്പോൾ നമുക്ക് ഈ സീലിംഗ് വർക്കിൻ്റെ മാത്രം എല്ലാ സ്റ്റെപ്സും തുടക്കം മുതൽ ഒടുക്കം വരെ കാണാം. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നാലും ബാക്കി എല്ലാം കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ ഈ വീടിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. നോക്കിയാൽ കാണാൻ പറ്റും, പ്ലാസ്റ്ററിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി എന്താ പറയുക, ടൈൽസിൻ്റെ ഒക്കെ വർക്കേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇതുവരെയും ഇതിൻ്റെ ഒരു വർക്കിലും ഞങ്ങളുടെ കൈകടത്തിലുണ്ടായിട്ടില്ല, എൻ്റെയോ വൈഫിൻ്റെയോ കൈകടത്തിലുണ്ടായിട്ടില്ല. അച്ഛൻ്റെതായ രീതിയിൽ കുറച്ച് കൺവെൻഷണൽ ടൈപ്പ്, അത്രയും മോഡേൺ ആയിട്ടല്ല ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൽ ചെയ്യാവുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 2 ദിവസം മുമ്പാണ് ഞങ്ങളെ വിളിച്ചിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്യാനൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മൾ ഇൻറ്റീരിയർ ഒന്ന് ഭംഗിയായിട്ട് ചെയ്യണമെങ്കിൽ ശരിക്കും ചെയ്യേണ്ടത് ആദ്യമേ ഒന്ന് പ്ലാൻ ചെയ്യണം എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ചെയ്യാവുന്നത് ഉള്ള ഈ ഒരു അവസ്ഥ, ഈ ഉള്ളൊരു അവസ്ഥയിൽ എന്തൊക്കെ ചെയ്യാമെന്നാണ് ഞങ്ങൾ നോക്കിയത്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഈ വീഡിയോയിൽ മെയിനായിട്ട് കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ സീലിംഗ് വർക്കാണ്. സീലിംഗ് വർക്ക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കുറേ വീട് കണ്ടിട്ടുണ്ട്, ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് വീടിനെ മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനൊരു ആളെ വിളിച്ച് കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ സീലിംഗ് വർക്ക്സിന് വേണ്ടി. കുറച്ച് പ്രശ്നങ്ങൾ പുള്ളി പറഞ്ഞു, ആദ്യമേ പ്ലാൻ ചെയ്യാത്ത കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഈ വീഡിയോ എനിക്ക് തോന്നുന്നത് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും ഈ സീലിംഗ് വർക്കിനെ കുറിച്ചും അതിൻ്റെ മാറ്റം ചെയ്തതിൽ എന്താ ചേഞ്ച് എന്നുള്ള കുറിച്ച് മനസ്സിലാവും. പിന്നെ ഇതാണ് ഒരു എന്താ പറയുക, ഡൈനിങ് ഏരിയ ആണ്. അവിടെ ചെറിയൊരു കിച്ചൺ ഉണ്ട്, അതിനപ്പുറത്തൊരു വർക്ക് ഏരിയ ഉണ്ട്. ഇനി ഇത് മെയിൻ ഹാളാണ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. 4 വശത്തും എൻട്രൻസ് വെച്ചിരിക്കുന്നത് വെച്ചാൽ അങ്ങോട്ട് മേളിലേക്കുള്ള വഴി, ഇവിടെ ഒരു വഴി, അവിടെ ഒരു വഴി, എല്ലാം വലിയ ഓപ്പൺ വഴി. അപ്പോൾ ഇവിടെ ഒരു സെറ്റിംഗ് സ്പേസ് ഇല്ല. നമ്മുടെ മെയിൻ അതല്ല, ഞാൻ ഫൈനൽ സ്റ്റേജിൽ കാണിക്കാം എന്താ ചെയ്തിരിക്കണമെന്ന്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ സീലിംഗ് വർക്കാണ് മെയിനായിട്ട് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ സീലിംഗ് നോക്കിയാൽ കാണാൻ പറ്റും, ഇത് മെയിൻ ഹാളിൻ്റെ സീലിംഗ് ആണ്. ഒരു ബീമൊക്കെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു സീലിംഗ് വർക്ക് വരും. അത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ഡൈനിങ് സ്പേസ് ആണ്. ഡൈനിങ് സ്പേസിലും ചെറിയൊരു സീലിംഗ് ഏരിയ ഉണ്ട്. ഇവിടെയും ഒരു വർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങളെ കൊണ്ട് ഗുണമൊന്നും അച്ഛൻ ഉണ്ടായില്ലെങ്കിലും ഈ വാളിലേക്ക് അച്ഛൻ ടൈലിട്ടിച്ചിരുന്നു. ഈ ടൈൽസൊക്കെ ഞങ്ങൾ ഇളക്കിച്ചു കൂട്ടാം. അതിനൊരു നഷ്ടം കൂടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, എന്ത് കിച്ചൺ കബോർഡ് ചെയ്യാൻ വേണ്ടി. മേളിലോട്ട് വരാണെങ്കിൽ മേളിൽ 2 ചെറിയ റൂമുണ്ട്. അതിനും കൂടെ സീലിംഗ് ഞാൻ കാണിച്ചു തരാം. ബാ, ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ സീലിംഗ് നേരത്തെ പ്ലാൻ ചെയ്യാത്ത കാരണം ഫ്ലോറിൻ്റെ പണിയൊക്കെ അച്ഛൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും സീലിങ്ങിൻ്റെ പണി ചെയ്തതിന് ശേഷം ഫ്ലോറിങ് ചെയ്യണം നല്ലത്. അപ്പോൾ താഴെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുക. ഇവിടുത്തെ സീലിംഗ് കണ്ടോ, ഇതാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടേക്കും ഒരു പ്ലാൻ ഞങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇനി അടുത്ത റൂമിലേക്ക് കിടക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള റൂമായത്. ഇത് മൊബൈലെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അത് കൂടാണ്ട് ഇത് ഈ സ്റ്റെയർ കേസിൻ്റെ, ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് അല്ലേ, ഇതിൻ്റെ മുകൾ ഭാഗം ഇവിടെ ഒരു പ്രത്യേക വർക്ക് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ റൂഫിൽ, ഈ സീലിങ്ങിൽ. അപ്പോൾ അതും ഇവിടെയും ഒരു ചെറിയ വർക്ക് പറഞ്ഞിട്ടുണ്ട്. വിച്ച് കൂടെ കൊടുത്തിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഞങ്ങളിപ്പോൾ സീലിങ്ങിൻ്റെ ഭാഗമായിട്ട് കാണിച്ചിരിക്കുന്നത്. എന്തായാലും വർക്ക് തുടങ്ങിയ ശേഷം അതിൻ്റെ തന്നെ ഞാനും മിക്കവാറും ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരിക്കും, എപ്പോഴും ഇവിടെ ഉണ്ടാവില്ല. ഉള്ള സമയത്ത് ആ വർക്കിൻ്റെ പ്രോഗ്രസ് കൂടെ ഞങ്ങൾ കാണിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ സീലിംഗ് വർക്കിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. കുറേ ജിപ്സം ബോർഡ്, ഒരു 50 ജിപ്സം ബോർഡ് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന ഇതിൻ്റെ ഡ്രില്ലിങ്, മാർക്കിംഗ്, സീലിംഗ് പിടിപ്പിക്കായി ചാനൽ പിടിപ്പിക്കാൻ വേണ്ടിയുള്ള ഡ്രില്ലിങ്ങും മാർക്കിങ്ങും ഒക്കെയാണ്. ഇതാണ് നമ്മുടെ സാരഥി കേട്ടോ, ശിവകുമാർ എന്നാണ് പുള്ളിയുടെ പേര്. ഉത്രാടം സീലിംഗ് വർക്ക്സ് എന്നാണ് പുള്ളിയുടെ ഇതിൻ്റെ പേര്. അപ്പോൾ എന്തെങ്കിലും ഞാൻ ഇതിൻ്റെ വർക്ക് ഫുള്ളായിട്ട് ലാസ്റ്റ് ഞങ്ങളെ കാണിക്കാം. അപ്പോൾ അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ
ഇതിൻ്റെ പുള്ളിയുടെ നമ്പറും അഡ്രസ്സും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ആർക്ക് വേണം കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ വർക്കിൻ്റെ പ്രോഗ്രസ് നമുക്കൊന്ന് കാണാം. ഓക്കെ, തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ആദ്യം ഇവിടെയൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് മെയിൻ ഹാളിൻ്റെ വർക്ക് നടക്കുന്നത് കേട്ടോ. ഇത് ഡ്രില്ല് ചെയ്ത് ചാനൽ പിടിപ്പിക്കേണ്ട പരിപാടിയാണ്. ഇതാ ഇതിനുള്ള സ്റ്റീൽ ഫ്രെയിംസ് കേട്ടോ. ഈ ഫ്രെയിം അടിച്ചിട്ട് അതിലാണ് ജിപ്സം ബോർഡ് പിടിപ്പിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഫ്രെയിമിൻ്റെ വർക്ക് കഴിഞ്ഞുകൊണ്ടോ. ഫ്രെയിം അടിച്ചിട്ട് അടുത്ത് നമ്മുടെ ഷീറ്റ് ജിപ്സം ബോർഡ് പിടിപ്പിക്കുന്ന പരിപാടി നടക്കുന്നത്. അപ്പോൾ ഇത് എത്ര ബലമുണ്ടെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളിയെല്ലാം തൂങ്ങി കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും റിലയബിൾ ആയിട്ടുള്ള നല്ല സ്ട്രോങ് മെറ്റീരിയൽസ് ഉണ്ട് അവർ. അപ്പോൾ നമ്മുടെ കുറച്ച് വർക്ക് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇത് ഈ ഹാളിൻ്റെ നമ്മുടെ ഡൈനിങ് ഏരിയയുടെ ഒരു ബെഡ്റൂമിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ വർക്ക് നിങ്ങളൊന്ന് കാണിക്കാം. ഓക്കെ, നമ്മുടെ ഹാളിൻ്റെ വർക്ക് ഇത്രയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് തന്നെയാണ്. സെൻറ്ററിൽ ഒരു ഹോളൊക്കെ ഇട്ടിട്ടുണ്ട് ഫാൻ തൂക്കാൻ വേണ്ടിയിട്ടോ. ഇത്രയും ആയിട്ടുണ്ട്. ആ സെൻറ്ററിലെ പ്രൊജക്ഷൻ ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇനി ഡൈനിങ് ഹാളിലേക്ക് കിടക്കുകയാണെങ്കിൽ കുഞ്ഞ് ഡൈനിങ് ഹാളാണ് ഇവിടെയും ചെയ്തിട്ടുണ്ട്. അത്ര തന്നെ വർക്ക് ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ബെഡ്റൂമിൻ്റെ പണി നടക്കുകയാണ്. നമുക്ക് നോക്കാം എന്തായെന്ന്. അപ്പോൾ നമ്മുടെ സീലിംഗ് വർക്കിൻ്റെ ഫൈനൽ പരിപാടി നടക്കുന്നത് കേട്ടോ. ഇടയ്ക്ക് 2-3 ദിവസം സ്ഥലത്തുണ്ടായില്ല, അപ്പോൾ എല്ലാം കാണിക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും ബാക്കി റൂംസിൻ്റെ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റ് റൂമിൻ്റെ ഫൈനൽ വർക്ക് നടക്കുന്നത് കേട്ടോ. ഇനി ഇതിൽ ബാക്കി വരുന്ന പെയിൻറ്റിങ് മാത്രം അല്ലേ? യെസ്. ഇനി ഇതിൻ്റെ ലൈറ്റ് ഫിറ്റിങ്സ് ഒക്കെ വരും. ലൈറ്റിൻ്റെ ഒക്കെ എല്ലാം പോയിന്റ്സ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പെയിൻറ്റിങ് പരിപാടിയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഇരുട്ടി പോയിട്ടോ, കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ബാക്കി റൂംസും കൂടെ കാണിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും കാണാം. ഓക്കെ. ഹലോ, വെൽക്കം ബാക്ക്. ഇത് നമ്മുടെ സീലിംഗ് വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓരോ റൂമിൻ്റെയും സീലിങ്ങിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്നായിട്ട് ഞാൻ കാണിക്കുക. ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മെയിൻ ഹാളിലാണ്, നമ്മുടെ ലിവിങ് റൂമിലാണുള്ളത്. അതിൻ്റെ അവസ്ഥ ഇപ്പോൾ കണ്ടല്ലോ. നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും അടിയിലത്തെ ബോർഡർ ഒരു വുഡൻ ടച്ച്, അത് പെയിൻറ്റ് ചെയ്യിച്ചാട്ടോ. ടെക്സ്ചർ പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ തോന്നുന്നത് ഒരു പെയിൻറ്ററെ കൊണ്ട് ചെയ്യിച്ചതാണ്. അത് ഇവിടുത്തെ വുഡുമായിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് പെയിൻ്റ് അല്ല. ഇനി ഇതിൽ 3 റോ ആണ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആ 3 റോയും ഒന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഏതാ വെച്ചാൽ ആവശ്യമുള്ള മാത്രം നമുക്ക് യൂസ് ചെയ്യാം. ഏറ്റവും ഉള്ളിൽ ഏറ്റവും ആദ്യം കാണുന്ന ഈ റോ ആണ് കണ്ടോ. അതാണ് ഫസ്റ്റ് റോ. ഇനി അതിൻ്റെ ഉള്ളിലെ റോ ഉണ്ട് കേട്ടോ. ഇനി 3ാമത്തെ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഹാളിൻ്റെ മേക്ക് ഓവർ, അല്ലെങ്കിൽ സീലിങ്ങിൻ്റെ മേക്ക് ഓവർ ഉണ്ടല്ലോ. ഇങ്ങനെ മൊബൈലിൽ കാണിക്കുമ്പോൾ ചെറിയ പ്രശ്നം ഉണ്ടാവും. എന്നാലും അടുത്ത റൂമിലേക്ക് നമുക്ക് പോകാം കേട്ടോ.
ഇനി നമ്മൾ ഡൈനിങ് ഏരിയയുടെ സീലിംഗ് കാണാൻ പോകണം കേട്ടോ. ഇത് നോക്കിക്കേ, ഇതും ഓൾമോസ്റ്റ് നമ്മുടെ ലിവിങ് റൂമിൻ്റെ സെയിം ആണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വുഡൻ ഫിനിഷാണ് അവിടെയും പെയിൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. കണ്ടല്ലോ, ഇവിടെയും അത്രയും റോസ് ഓഫ് ലൈറ്റ് തന്നെ കൊടുത്തിരിക്കുന്നത്. ഞാൻ ലൈറ്റ് ഇട്ട് കാണിക്കാം കേട്ടോ. ഏറ്റവും ഉള്ളിൽ ഇതാണ്. അടുത്തത് യെസ്, ഒരു സെറ്റും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് താഴത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമാണ്. ഇതിൻ്റെ വർക്ക് നേരത്തെ ഞാൻ കാണിച്ചിരുന്നു. ഇത് ഇപ്പോൾ ഇവിടെയും കംപ്ലീറ്റ് ആയിട്ടുണ്ട് വർക്ക്. മേലോട്ട് നോക്കിയേ, കണ്ടോ, കുറച്ചൊരു ഹെവി വർക്കാണ്. നിങ്ങൾക്കതിൽ ഏത് ഡിസൈൻ വേണമെങ്കിൽ ചൂസ് ചെയ്യാം കേട്ടോ. ഒരു സെറ്റ് ഓഫ് ഡിസൈൻസ് നിങ്ങളെ കാണിക്കും. ഞങ്ങളുടെ സെലക്ഷനിൽ ചെറിയൊരു പാളിച്ച ഒന്നും തോന്നാനില്ല. എന്നാൽ നോക്കിയേ, ഇവിടെയും ഇത് തന്നെയാണ്. ഈ ഒരു വാർഡ്രോബിൻ്റെ കോമ്പിനേഷൻ കണ്ടോ, ആ ഒരു കോമ്പിനേഷൻ്റെ മേളിൽ ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് ആ വർക്കിന്. അത് പെയിൻറ്റ് ചെയ്യിച്ചതാണ് അങ്ങനെ. ഇവിടെ ഫാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു 3 റോ ലൈറ്റ് ഉണ്ട് കേട്ടോ. ഓരോന്ന് ഇട്ട് കാണിക്കാം. ലൈറ്റ് കുറച്ച് കൂടുതലാണ്, എന്നാലും കാണിക്കാം. ഇതാണ് ഫസ്റ്റ്. ഇവിടെ ഒരെണ്ണമുണ്ട്. അതിൻ്റെ ചുറ്റും ഒരു റോ ഓഫ് ലൈറ്റ് ഉണ്ട്. അത് സെക്കൻഡ്, അത് തേർഡ്. അപ്പോൾ ഇതെല്ലാം അറ്റ് എ ടൈം യൂസ് ചെയ്യണമെന്നല്ല, പക്ഷെ എന്നാലും വീടിൻ്റെ മേളിലേക്ക് നോക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും, ഒരു ചേഞ്ച്. അതിന് വേണ്ടിയാണെങ്കിൽ ഇത് പരിഗണിക്കാവുന്നൊരു കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മേളത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിലാണ്. ഇതിൻ്റെ സീലിംഗ് കണ്ടോ, ഇങ്ങനത്തെ ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതും വുഡൻ ഫിനിഷ് തന്നെ കൊടുത്തിരിക്കുന്ന പെയിൻറ്റ് കൊണ്ട് കേട്ടോ. ഇവിടെ ഫാൻ ഇട്ടിട്ടില്ല കേട്ടോ, വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല ഇവിടെ. അപ്പോൾ ഇവിടെയും ഒരു 3 റോസ് ഓഫ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കാണിക്കാം കേട്ടോ. യെസ്, അതാണ് ഒരു റോ, സെക്കൻഡ് ആൻഡ് തേർഡ്. അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഏകദേശം അതുപോലെ തന്നെയാണ്, ബട്ട് അത്ര അധികം ലൈറ്റിംഗ് ഇവിടെ ഇല്ല, കുറച്ചിട്ടുണ്ട്. ഇത് മേളത്തെ ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് ഏറ്റവും വലിയ ബെഡ്റൂം. അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ സീലിംഗ് ചെയ്യുന്നതാണ് കേട്ടോ. ഇവിടെ ഏരിയ കൂടുതലായതുകൊണ്ട് 2 ഫാനൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെയും ഈ ഒരു കോമ്പിനേഷൻ, ഈ വാർഡ്രോബിൻ്റെ കോമ്പിനേഷൻ തന്നെ മേളിലും കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫാനും ഏകദേശം അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോന്നായിട്ട് ലൈറ്റ് ഇട്ട് നോക്കാം കേട്ടോ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഇത്രയും ലൈറ്റ്സാണ് ഇവിടെ ഉള്ളത്. കണ്ടോ, അപ്പോൾ 3 ബെഡ്റൂംസും കഴിഞ്ഞു. നമ്മൾ കണ്ടിരുന്ന അടുത്ത ഏരിയ ഇതാണ്. ഈ സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ്ങിൻ്റെ മേളത്തെ ഭാഗം. അവിടെയും ശരിക്കും വുഡൻ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടല്ലോ, അവിടെ ഇട്ടിരിക്കുന്ന ബൾബ് കണ്ടോ, ഒരു വെറൈറ്റി ബൾബാണ്. നമ്മുടെ ഇൻകാൻഡസെൻ്റ് ലാമ്പിൻ്റെ വലിയൊരു പതിപ്പാണ്. കണ്ടോ, അപ്പോൾ ഇത് കൂടാണ്ട് അവിടെ കുറച്ച് ലൈറ്റും കൂടെ ഉണ്ട്. കണ്ടോ, അവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ലൈറ്റ് പൂരിതമാണ് ഇവിടെ. ഇനി ഈ ഭാഗത്ത് 2 ഞാൻ കാണിച്ചായിരുന്നു. ഇതും ചെറുതായിട്ട് കാണിച്ചായിരുന്നു. ഇവിടെ ഒരു ഫാമിലി ഫോട്ടോ വെക്കാനുള്ള സെറ്റപ്പ് ചെയ്തിരിക്കുന്ന കേട്ടോ. ഒരു വുഡൻ ഫ്രെയിം അടിച്ചിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിട്ടില്ല അവർക്ക്, അതുകൊണ്ടാണ്. കണ്ടോ, ഇത് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തും ഉണ്ട് ലൈറ്റ് കണ്ടോ. അപ്പോൾ ഇത്രയുമാണ് ഈ വീടിൻ്റെ സീലിങ്ങിൽ ഞങ്ങൾ ചെയ്തിരിക്കുന്ന മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞല്ലോ, ചില പ്രശ്നങ്ങൾ ഇതിൽ ഏത് ഡിസൈനും ഒരുപാട് ലേറ്റസ്റ്റ് ഡിസൈൻസ് പറഞ്ഞാൽ അധികം വന്നിട്ടുണ്ട്. വളരെ ഭംഗിയുള്ള ഡിസൈൻസ്. പിന്നെ ഞങ്ങൾ പലതും കാണേണ്ടതായത്. എന്തായാലും ഇത് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. ഈ വീടിനെ കുറിച്ച് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യാം. എന്തായാലും ഇത് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീടിൻ്റെ സീലിംഗ് പലർക്കും കൺഫ്യൂഷൻ ആയിരിക്കും. പിന്നെ ചിലരൊക്കെ പറയും ഇതിൽ ചിലന്തി വില പിടിക്കാൻ ചാൻസ് ഉണ്ടെന്നും ഇങ്ങനെ പെട്ടെന്ന് പൊടിയടിക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയും. അത് ഏത് ടൈപ്പ് റൂഫായാലും പ്രശ്നമുണ്ട്. ഞങ്ങളുടെ വീട്ടിലൊക്കെ ശരിക്കും റൂഫിൻ്റെ പ്രശ്നം ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ഒരു വർക്കും ഇല്ലാണ്ട് തന്നെ. അപ്പോൾ എന്തായാലും നമ്മൾ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇങ്ങനൊരു ഭംഗി അല്ലെങ്കിൽ ഒരു ലുക്ക് ഇഷ്ടമാണെന്നുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല കേട്ടോ. അപ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഈ വർക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ചെയ്ത ആളുടെ ഫോൺ നമ്പർ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.